നിങ്ങളിൽ മരിച്ച ആളുകളുടെ അടുത്ത് മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ യാസീൻ ഓതണം. അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ്. ഇഖ്റഉ യാസീൻ ഇൻദ മൗതാകും, ഉലമാ പറയാണ് മരിച്ചാലും മരിച്ചുകൊണ്ടിരിക്കെ ആയിരുന്നാലും ഓദിക്കോ എന്ന ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് ഉലമാ ഈ ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽഖീന് ചൊല്ലും. ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും, എന്തിനാ അതിന്റെ അത് ബിദ്അത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. ഹദീസ് ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ് ആ ഹദീസിൽ ദുഅഫ് ഉണ്ട്. ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും ദഈഫ് എന്ന് പറഞ്ഞാൽ ദുർബലം. ദുർബലം എന്ന് പറയരുത്. ദുർബലം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യാ അല്ലാഹ് ഇതിനൊരു നിലം വിലയില്ലാന്ന് തോന്നിപ്പോകും. അത് ഹദീസിന്റെ ഒരു ടേമാണ്. ഇൽമുൽ ഹദീസിന്റെ ഒരു ടെർമിനോളജിയാണത്. അതിന്റെ അർത്ഥം സയൻസ് ഓഫ് ഹദീസ് നമ്മൾ ഉലമാ എന്ത് പറയുന്നു ആ അർത്ഥമാണ്. ദഈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്. എങ്ങാനും കളവ് പറഞ്ഞ ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്നല്ല. ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ, എ പ്ലസ് ബി പ്ലസ് ബി സി പ്ലസ് സി, ഇങ്ങനെ കണക്കാക്കിയാൽ ദഈഫായ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്നാണ്. തള്ളിക്കളയേണ്ടത് മൗദൂആയ ഹദീസ്, ഫാബ്രിക്കേറ്റഡ്, ഫോർജ്ഡ് ഹദീസ്. അതൊക്കെ നമ്മുടെ ഉലമാ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ. ദഈഫ് എന്ന് പറഞ്ഞാൽ തള്ളാനുള്ളതല്ല. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദഈഫാണെങ്കിൽ തന്നെയും അവർ പറയാണ് ഈ സംഭവം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ കേരളത്തിൽ മാത്രമല്ല, വത്തിസാലുൽ അമലി ബിഹി ഫീ സാഇരിൽ അംസാർ, എല്ലാ നഗരങ്ങളിലും വൽ അഅസാർ, എല്ലാ കാലഘട്ടങ്ങളിലും മിൻ ഗൈരി ഇൻകാരിൻ, അതൊരു ആലിമും നിഷേധിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാതെ മരിച്ചു കിടക്കുന്ന മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞ ഖബറിന്റെ അരികത്തിരുന്നിട്ട് ആ മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കുക, മുൻകർ നകീർ അലൈഹിസ്സലാം വന്നാൽ ഇദാ അതാക അൽ മലകാനിൽ മുവക്കലാൻ, ഇങ്ങനെ വന്നാൽ ഫഖുൽ കദാ വകദാ മർ റബ്ബുക വമൻ നബിയുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണം. ഈ പറയുന്ന ഹദീസാണ് തൽഖീനിന്റെ ഹദീസ്. അവർ പറയാം ഇത് ദഈഫാണെന്ന് പറയാം. ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ ജമീഅൽ സായിരിൽ അഅസാരി വൽ അംസാർ, ഇതിലപ്പുറം എന്താ വേണ്ടത്? എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഉലമാ മിൻ ഗൈരി ഇൻകാർ, ആരും ഇത് നിഷേധിച്ചിട്ടില്ലല്ലോ. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലല്ലേ, നമ്മുടെ കേരളത്തിലല്ലേ ഇപ്പൊ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത്? ബിദ്അത്താണോ ബിദ്അത്താണോ? അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അടിച്ചെഴുതുകയാണ്, ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ബോധോദയം വന്നത്? ഇതൊക്കെ ഉലമാകളുടെ ഹദീസല്ലേ. എന്താണ് ഹദീസിന്റെ സാരം? ഇദാ മാത അഹദുക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഫസവൈതും അലൈഹി തുറാബ്, ആ മയ്യത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ മണ്ണ് ചേർത്ത് വെച്ച് മറവ് ചെയ്തു കഴിഞ്ഞാൽ ഫല്യഖും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് വന്ന് അലാ റഅസി ഖബരി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികത്ത് വന്നിരിക്കണം. സുമ്മ യഖൂൽ, എന്നിട്ട് ആ മയ്യത്തിനോട് ചോദിക്കണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നാലിന്ന പെണ്ണിന്റെ മകനായവനെ. ഉമ്മയുടെ പേര് അവിടെ പറയാം. മഹ്ശറയിലേക്ക് വരുമ്പോ യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വാപ്പയുടെ മകനെ, വാപ്പയുടെ പേരിലേക്ക് ചേർത്തി പറയാം. ഖബറിന്റെ അരികത്ത് തൽഖീൻ ചൊല്ലുമ്പോ ഉമ്മയുടെ പേരാ പറയേണ്ടത്. ഫഇന്നഹു യസ്മഉ വലാ യുജീബ്, ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട് പക്ഷേ മറുപടി പറയാൻ സാധിക്കുന്നില്ല. ثم ليقل, എന്നിട്ട് പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാൻ അസ്സാനിയ, രണ്ടാം പ്രാവശ്യം പറഞ്ഞാൽ ഫഇന്നഹു യസ്തവി ഖാഇദ, അയാൾ അവിടെ ഇരിക്കും. ثم ليقل, മൂന്നാമതും പറയണം, യാ ഫുലാൻ ഇബ്നു ഫുലാന, ഇന്നവളുടെ മകനായവനെ,
പെണ്ണാണെങ്കിൽ യാ ഫുലാന ബിൻത് ഫുലാന, ഇന്നവളുടെ മകളെ. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ആ മയ്യിത്ത് തിരിച്ചു പറയുന്നുണ്ട് അർശദനല്ലാഹ് റഹിമകല്ലാഹ് വലാകിന്നകും ലാ തസ്മഊൻ. അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ കൂട്ടരെ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് അവിടെ നിന്ന് പറയും. ഈ വിളിക്കുമ്പോ ആര് പറയാ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയേണ്ടത്? ഉദ്കുർ മാ ഖറജത അലൈഹി മിനദ് ദുനിയ ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് ഓർത്തു വെക്കണം കേട്ടോ. വ അന്നക റദീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ വ ബിൽ ഖുർആനി ഇമാമാ. ഇതൊക്കെ നീ ഓർത്തോ. ഫഇന്ന മുൻകറൻ വ നകീറൻ, ഇങ്ങനെ പറഞ്ഞാൽ മുൻകർ നകീർ അലൈഹിമുസ്സലാം യതഅഖറു കുല്ലു വാഹിദിൻ മിൻഹുമാ വയഖൂൽ, രണ്ടാളും പറയും ഇൻതലിഖ് ബിനാ, നമുക്ക് പോകാം, മാ യുഖഇദുനാ ഇൻദ ഹാദാ വഖദ് ലുഖിന ഹുജ്ജത, നമ്മൾ എന്തിനാണ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത്, ഉത്തരമൊക്കെ ഇയാൾക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ ചോദ്യം ഉണ്ടാവില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ തൽഖീൻ എന്ന് പറയുന്നത്. തസ്ബീത്തിന്റെ ഹദീസ് സ്വഹീഹായി വന്ന അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ അല്ലേ, അൽഹിംഹുൽ ജവാബ് ജാഫിൽ ഖബ്ർ അൻ ജംബൈ. ആര് സംശയമില്ല. അൽഹംദുലില്ലാഹ്. തൽഖീനിന്റെ വിഷയത്തിലും സംശയം വേണ്ട. ആര് ഉലമാ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ ലോക ആലിമീങ്ങൾ അംഗീകരിച്ച വിഷയം എല്ലാ കാലഘട്ടത്തിലും. സുബ്ഹാനല്ലാഹ്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ-ജൗസിയ്യ തങ്ങൾ. ഇതൊന്നും ലോകത്താരും നിഷേധിച്ചിട്ടില്ല. നമ്മൾ നിഷേധിക്കാൻ പോകണ്ട. ഈ നിഷേധം ഇച്ചിരി ഡേഞ്ചറാണ്. അറിയാത്തതുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ ജനാസയിൽ അരികത്ത് എത്തിയാൽ ആ മയ്യിത്തിനെ മറവ് ചെയ്യുമ്പോൾ പറയും സലൂലി അഖീകും തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അലു, അല്ലേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത് ചോദിക്കണം. അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, പ്രസവനെ ചോദ്യം വരുമ്പോൾ കാലുകൾ ഇടറാതെ നിർത്തിക്കൊടുക്കണമേ. വഅൽഹിംഹുൽ ജവാബ്, ഉത്തരം നൽകണമേ. ഫഇന്നഹുൽ ആന യുസ്അലു, അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങളുടെ ആ പറച്ചിൽ കൊണ്ട് ഇയാൾക്ക് ഉപകാരമുണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഇതാ നമ്മൾ മനസ്സിലാക്കുന്നത്. മരിച്ച ഒരു മയ്യത്തിന്റെ റൂഹിന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയോ അവരുടെ ഖിറാഅത്തോ ഉപകാരപ്പെടുന്നുണ്ട്, അവരുടെ സാന്നിധ്യം പോലും അവർ അറിയുന്നുണ്ട്. നമ്മളല്ലല്ലോ ഇതൊന്നും അറിയിക്കുന്നത്. ആരറിയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വല്ലാഹു അലാ മാ യശാഉ ഖദീർ. ഇതിനൊക്കെ പടച്ചോന് കഴിവില്ലേ? ശബീബ് ഇബ്നു ശൈബ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഉമ്മ എന്നോട് വസിയത്ത് ചെയ്തിരുന്നു മരിക്കുമ്പോ, യാ ബുനയ്യ, മോനെ, നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് നിൽക്കണം. എന്നിട്ട് പറയണം യാ ഉമ്മ ശബീബിൻ ഖൂലി, ഉമ്മ ശബീബ് ഇങ്ങനെ പറയണമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നോട് പറയാ, ഉമ്മ ഇങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്റെ ഖബറിന്റെ അരികെ വന്ന് പറഞ്ഞേക്കണം. ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കും. എപ്പോ? മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം. ഞാനവരെ മറവ് ചെയ്തപ്പോ ഇവരുടെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഞാനിത് പറഞ്ഞു. അപ്പോ ഉമ്മ ശബീബിനോട് ഞാൻ പറയാ, യാ ഉമ്മ ശബീബ് ഖൂലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم انصرفت. ഞാൻ കഴിഞ്ഞു പോന്നു. രാത്രി ഞാൻ എൻ്റെ ഉമ്മയെ കണ്ടു, സ്വപ്നദർശനം. യാ ബുനയ്യ, മോനെ, കിത്തു അൻ അഹ്ലക് ലൗലാ അൻ തദാറകനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, നീ ആ കലിമത്തു ഷഹാദത്ത് ചൊല്ലിത്തന്നില്ലേ, അതെനിക്ക് വല്ലാതെ ഉപകാരപ്പെട്ടു മോനെ എന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞുവെന്ന് മഹാനായ പണ്ഡിതൻ ശബീബ് ഇബ്നു ശൈബ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പാതയിലേക്ക് നീങ്ങുക, ആ പാതയിലൂടെ ചലിക്കുക. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഭാഗം, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി പുലരുന്നത് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു, അത്
സത്യമായി പുലരുന്നു. അങ്ങനെ സംഭവിക്കുമോ? സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. മരിക്കുന്ന സമയം ഓരോ ആത്മാവിനെയും അല്ലാഹു പിടിച്ചുവെക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. സ്വപ്നത്തിൽ മരണം സംഭവിക്കാത്ത ആളുകളുടെയും റൂഹിനെ അല്ലാഹു പിടിച്ചുവെക്കുന്നുണ്ട്. ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. സ്വപ്നദർശനം നടക്കുമ്പോൾ റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. മരിച്ചുപോയ മരിച്ച ആളിന്റെ റൂഹിനെയും അല്ലാഹു എടുക്കുന്നുണ്ട്. പക്ഷേ സ്വപ്നദർശനം കണ്ടുകൊണ്ടിരിക്കുന്നവന് ജീവൻ തുടരണം എന്ന് അല്ലാഹു തീരുമാനിക്കുമ്പോ മരണം സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച റൂഹിനെ പറഞ്ഞുവിടാതെ അല്ലാഹു പിടിച്ചുവെക്കുന്നു. അപ്പോഴാണ് സ്വപ്നത്തിൽ ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നത്. എന്നാൽ മരണം സംഭവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ലാത്തവ അവയെ ഇലാ അജലിൻ മുസമ്മാ, ഒരൽപകാലം കൂടെ ജീവിക്കാൻ അല്ലാഹു ആ റൂഹിനെ പറഞ്ഞു വിടുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ധാരാളം പാഠങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഉറങ്ങുന്ന ആളുകളുടെ റൂഹുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹുകൾ, മരിച്ചു കിടക്കുന്ന ആളുടെ റൂഹുകൾ, ഇവകൾ പരസ്പരം കണ്ടുമുട്ടുമോ ഇല്ലയോ? ആ കണ്ടുമുട്ടലിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ പ്രത്യക്ഷ ജീവിതത്തിൽ അത് കാണാൻ പറ്റുമോ ഇല്ലയോ? ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ്, ഫഖീഹാണ്, തസവ്വുഫിന്റെ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇൽതഖാ അബ്ദുല്ലാഹി ബിൻ സലാം വസൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുമാ. സൽമാനുൽ ഫാരിസി തങ്ങളും സ്വഹാബിയായ അബ്ദുല്ലാഹി ബിൻ സലാം, അവര് ജൂതനായിരുന്ന മുസ്ലിമായ സ്വഹാബിയാണ്. രണ്ടാളും മറ്റേയാളോട് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യാൻ, നമ്മളിൽ ആരാണോ മരിച്ചു പോകുന്നത് ആ മരിച്ച ആൾ ജീവിച്ചിരിക്കുന്ന ആളോട് എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞിരണം കേട്ടോ. നമ്മൾ നേരത്തെ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും സഅദ് തങ്ങളുടെയും ചരിത്രം പറഞ്ഞ പോലെ പറഞ്ഞിരണം കേട്ടോ. ചോദിച്ചു, അങ്ങനെ നമുക്ക് പറഞ്ഞുതരാൻ കഴിയോ? ജീവിച്ചിരിക്കുന്ന ആളിന് മരിച്ചുപോയ ആളുടെ റൂഹിന് വന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നഅം, പറയാൻ പറ്റും. അർവാഹുഹും ഫിൽ ജന്നതി തദ്ഹബു ഹൈതു തശാ. അവരുടെ ആത്മാക്കൾ സ്വർഗലോകത്താണ്, എങ്ങോട്ട് പോകണമെങ്കിലും അവർക്ക് പോകാം. രണ്ട് വിഷയം മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹു ശിക്ഷ വിധിച്ച റൂഹുകളുണ്ട്, അവർക്ക് ഈ പണി പറ്റില്ല, അവർക്ക് ശിക്ഷയിലാണ്, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു നിഅമത്ത് കൊടുക്കുന്ന, ആസ്വാദനം കൊടുക്കുന്ന റൂഹുകളുണ്ട്. ആ റൂഹുകൾ പറന്നു നടക്കുകയാണെന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാൻ പറ്റും. അവർക്ക് ഉദ്ദേശിച്ചിടത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരാൾ മരിച്ചു, മറ്റേ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, തവക്കൽ വഅബ്ശിർ ഫലം അറ മിസ്ല തവക്കുൽ ഖത്ത്. സൽമാൻ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കോ. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോ അതിലും പ്രതിഫലം കിട്ടുന്ന മറ്റൊന്ന് വേറെ ഇല്ല കേട്ടോ, അതെനിക്ക് നന്നായി ഉപകാരപ്പെട്ടുവെന്ന് കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തു എന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു രണ്ട് സ്വഹാബിമാരുടെ ചരിത്രം പറയാം. മറ്റൊന്ന്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവര് പറയാറുണ്ടായിരുന്നു, ഉമർ തങ്ങൾ വഫാത്തായപ്പോ, അല്ലാഹ് ഉമർ ബിൻ ഖത്താബ് എന്നവരെ എന്റെ സ്വപ്നത്തിലൊന്ന് എനിക്ക് കാണിച്ചു തന്നാലോ എന്ന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരു വർഷമാകുമ്പോ ഉമർ എന്നവരെ ഞാൻ കണ്ടു. ആര് പറയാ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. റഅയ്തുഹു, ഉമർ തങ്ങളെ ഞാൻ കണ്ടു, നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ തുടച്ചെടുക്കുക. ഉമർ തങ്ങൾ പറയുന്നു, ഹാദാ അവാനു ഫറാഗി ഇൻ കാന അർശി ലയുഹദ് ലൗലാ അൻ ലഖീതു റഊഫർ റഹീമാ. ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷം ഇതാ എനിക്ക് വിശ്രമിക്കാൻ ഇപ്പോൾ നേരമായി, ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നത് എന്ന് ഒരു വർഷത്തിന്റെ ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞു കൊടുക്കുക? അബ്ദുല്ലാഹി, മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തു.
മറ്റൊന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് ഒരു മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമവി ഭരണാധികാരിയായിരുന്ന മഹാനായ ഉമർ സാനി, ഉമർ തങ്ങൾ രണ്ടാമൻ എന്നറിയപ്പെടുന്നവർ, അവരുടെ മകൻ എന്റെ വാപ്പയെ ഞാൻ കണ്ടു. അവരുടെ വഫാത്തിന് ശേഷം ഒരു പൂന്തോപ്പിലാണ്. എന്റെ കയ്യിലേക്ക് ഏതാനും തുഫാഹാത്തിൻ ആപ്പിളുകൾ എന്റെ കയ്യിലേക്ക് തന്നു. എനിക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കുന്നുണ്ടെന്ന് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചു എന്ന് ബഹുമാനപ്പെട്ടവരുടെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം. വാപ്പയോട് ചോദിച്ചു, വാപ്പ അങ്ങേക്ക് ഉപകാരപ്പെട്ട ഏറ്റവും നല്ല അമൽ എന്താണ്? അൽ-ഇസ്തിഗ്ഫാറു ഐ ബുനൈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ധാരാളം ചൊല്ലിക്കോ മോനെ, ഇതെനിക്ക് ഉപകാരപ്പെട്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. ഉമർ ഇബ്നു അസീസ് തങ്ങൾ ഭയങ്കര സംഭവമാണ്. അവർ മരിക്കുമ്പോഴാ ഒരു കടലാസ് കഷ്ണം ഖബറിന്നാ കിട്ടിയത്. ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ കിടക്കില്ലെന്ന് അല്ലാഹുവിൽ നിന്നുള്ള വാക്കാണിത്. ഒരു കഷ്ണം ഖബർക്ക് മയ്യത്തുകളെ ഇറക്കുമ്പോഴാ അവിടെ ഒരു കഷ്ണം വീണ് കിടക്കുകയാണ്, എഴുതി വെച്ച് തുകൽ കഷ്ണം. ഹാദാ ഫിദാഉക മിനന്നാർ. അങ്ങനത്തെ മഹാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സംഭവം, അവരുടെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അവര് പറയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ രാത്രിയുടെ പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അത്ഭുതകരമായ ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. വലിയ വലിയ ആളുകൾ പറയുന്ന സംഗതിയാ. ചോദിച്ചു, ജഅൽതു ഫിദാക്, എന്റെ ജീവൻ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യട്ടെ, ദണ്ഡമാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? പറഞ്ഞു, നാളെ നേരം പിറന്നിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, നേരം വെളുക്കട്ടെ. നേരം വെളുത്തപ്പോ സുബ്ഹി നിസ്കരിച്ചു, അവരുടെ മജ്ലിസിലേക്ക് വന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, ഭാര്യയാ പറയണത്, ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നം എന്തായിരുന്നു? ഞാൻ കണ്ടു, കഅന്നി റുഫിഅത് ഇലാ അർദിൻ ഖദറാ വാസിഅ, വിശാലമായ പച്ചപുതച്ച ഒരു പുൽമേടിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. അവിടെയുണ്ട് അവിടെ ഒരു വെളുത്ത ഒരു വൈറ്റ് പാലസ്, ഒരു വെളുത്ത കൊട്ടാരമുണ്ട്, വളരെ മനോഹരമായത്. അതിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു, ഓർക്കൊണ്ട് വിളിച്ചു ചോദിച്ചു, ഐന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഇവിടെ നബി തങ്ങൾ എവിടെ? ഐന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഇങ്ങനെ വന്ന് നബി തങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. അടുത്ത വിളി, ഐന അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നവർ എവിടെ? സിദ്ദീഖ് തങ്ങൾ അതിലേക്ക് ഇങ്ങനെ കയറി ചെന്നു. പിന്നെ വിളിച്ചു, ഐന ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എവിടെ? ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു ചെല്ലുന്നു. പിന്നെ ചോദിച്ചു, ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങൾ എവിടെ എന്ന് ചോദിച്ചു. ഉസ്മാൻ എന്നവരും കയറി ചെന്നു. ഞാനിതൊക്കെ കാണാം. പിന്നെ ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെ? അവരും കയറി ചെന്നു. ഞാനിതിങ്ങനെ കാണാം. അങ്ങനെ പിന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു വിളി, ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ എവിടെ? അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ എവിടെയാ ഇരിക്കേണ്ടത്? അപ്പൊ ഞാൻ എന്റെ ഉപ്പാപ്പയെ കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഞാൻ അവിടെ അരികത്ത് പോയിരുന്നു. നോക്കുമ്പോ സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ വലതു ഭാഗത്താണ്. നബി തങ്ങളുടെയും സിദ്ദീഖ് എന്നവരുടെയും ഇടക്ക് വേറെ ആൾ ഇരിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ആ വലതു ഭാഗത്ത് ചെന്ന് ഇരുന്നാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്നോട് പറയപ്പെട്ടു, നിങ്ങൾ അവിടെ ഇരുന്നോ, ഇൽസം ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അരികത്ത് ഇരുന്നോ, അവിടെ നിന്ന് എണീക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ, യാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തമസ്സക് ബിമാ അൻത അലൈഹി വസ്ബുത് അലാ മാ അൻത അലൈഹി. പിന്നെ ആ ഒരു ഇരുത്തം അങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ പറഞ്ഞു, എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഞാനിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ നസറനി, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നീ എന്നെ സഹായിച്ചുവല്ലോ.
അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ബാക്കിൽ ഇറങ്ങുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഗഫറ ലീ ദംബി, എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു നീ പുറത്തു തന്നില്ലേ, നിനക്ക് സ്തുതി അല്ലാഹ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉസ്മാൻ തങ്ങളുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതകാലത്തുണ്ടായ ഇജ്തിഹാദപരമായ ചില വിഷയങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അടുത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, അഷ്റഫുൽ ഖൽഖിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റൂഹുകളുടെ യാത്രയാണ്. ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് റൂഹുകൾ തമ്മിൽ ഒരേ രീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അവകൾ സഞ്ചരിച്ച് കണ്ടെത്തുകയാണ്. നല്ല ആളുകൾ നല്ലവരുടെ കൂടെ, മോശപ്പെട്ടവർ മോശപ്പെട്ടവരുടെ കൂടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു, സിദ്ദീഖ് എന്നവർ നബി തങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നു, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ഇടതുഭാഗത്തിരിക്കുന്നു. അങ്ങനെ രണ്ടുപേർ അവിടെ തർക്കിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ ആ രണ്ടുപേരുടെയും മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ യാ ഉമർ ഇദാ അമിൽത ഫഅമൽ ബിഅമലി ഹാദൈൻ, നിങ്ങൾക്ക് വല്ല കർമ്മവും ചെയ്യാനുണ്ടെങ്കിൽ അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും കർമ്മം കണ്ട് പഠിച്ചോളൂ കേട്ടോ എന്ന് നിങ്ങളോട് പറയുന്നതും ഞാൻ കണ്ടു. ഉമർ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്തു പറ, ഇത് നീ കണ്ടോ? ഫഹലഫ ബില്ലാഹ്, വല്ലാഹി ഞാൻ ഇത് കണ്ടുവെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ സത്യം ചെയ്തു പറയാം. സ്വപ്നങ്ങളിൽ ഭയങ്കര സംഭവം. മൻ തഹല്ലമ ഹുൽമൻ ലം യറ, ഒരാൾ കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ യുഖാലു ലഹു, അല്ലാഹു അദ്ദേഹത്തോട് പറയും, യഅഖദ് ബൈന ശഈറതൈൻ ഫലാ യഖ്ദിർ, രണ്ട് ധാന്യമണികളെ കൊടുത്തിട്ട് ഇത് രണ്ടും പിടിച്ചു കെട്ട് എന്ന് പറയും. അയാൾക്കത് കെട്ടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ സ്വപ്നം വിളിച്ചു പറയാൻ പാടില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ട്. സംഘടനകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി സ്വപ്നം അങ്ങനെ പറയണ്ടേ. ആരായി പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? സ്വലാഹോ നന്മയോ ഉള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. കള്ളം പറയാൻ പാടില്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചത് ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഉലമാ രേഖപ്പെടുത്തി പേജുകളോളം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്നവരൊക്കെ അത്തരം കിതാബുകൾ കാണുമ്പോൾ അത് പഠിക്കുക. റൂഹ്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ റൂഹ് സ്വപ്നത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. മഹാനായ അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി തങ്ങൾ അവരുടെ കിതാബുണ്ട്, കിതാബുൽ മുജാലസ, ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, റൂഹകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. മുജാലസ, കൂടിയിരിക്കുക എന്നൊക്കെ അതാ കിതാബിന്റെ പേര് തന്നെ. അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി തങ്ങൾ അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മൂന്നാൾ യാത്ര പോയൊരു കഥ. യാത്ര പോയപ്പോ ഒരാള് ഉറങ്ങാണ്, ബാക്കി രണ്ടാളും ഇങ്ങനെ കണ്ടിരിക്കുക. ഉറങ്ങുന്ന ആളിന്റെ മൂക്കിൽ നിന്ന് ഒരു സാധനം, മിഥിലൽ മിസ്ബാഹ്, ഒരു വിളക്ക് പോലോത്തത് ഇങ്ങനെ പുറപ്പെടുന്നത്, അയാൾ ഉറങ്ങാൻ വിളക്ക് പോലോത്തത് പുറപ്പെടുന്നത് കാണുന്നു. തൊട്ടടുത്ത ഒരു ഗുഹയിലേക്ക് അത് ചെന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇയാളുടെ മൂക്കിലേക്ക് അത് പ്രവേശിച്ചു. ഇയാൾ ഇവിടെ എഴുന്നേറ്റ് മൂക്കിങ്ങടെ തടവി. സുബ്ഹാനല്ലാഹ്, മൂക്കിങ്ങടെ തടവി. പറഞ്ഞു, ഞാനൊരു അത്ഭുതം കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഗുഹയിൽ ഇന്നാലിന്ന സാധനമുണ്ട്. രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ നാണയത്തുട്ടുകൾ കുഴിച്ചു വെച്ച ഒരു നിധി ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞ സംഭവം മഹാനായ അഹ്മദ് ബിൻ മർവാൻ അൽ മാലിക്കി അവരുടെ കിതാബുൽ മുജാലസയിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ ഇയാൾ കണ്ടതാണ്. ഇത് വലിയ അത്ഭുതമുണ്ട്. സ്വഹാബികളിൽ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടുമെന്ന് പറഞ്ഞ മഹാനല്ലേ. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم كتلين വിളിച്ചു പറയാ لا يا عيناء مرضية لا يا عيناء مرضية لا يا عيناء مرضية عيناء مرضية വേണ്ട 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 عيناء مرضية ഇങ്ങനെ വിളിച്ചു പറയാ. ഇപ്പൊ കൂട്ടുകാരൻ അത് തട്ടി വിളിച്ചു, സഈദ്, എന്താ നിങ്ങൾ പറയുന്നത്? എന്താ നിങ്ങൾ വിളിച്ചു പറയുന്ന ഉറക്കത്തിൽ? പറഞ്ഞു, നിങ്ങൾ എന്തിനെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചു. ഞാനൊരു നല്ല സ്വപ്നദർശനത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയല്ലേ, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബി പറയാ, ഞാൻ കണ്ടു ഖാമത്തുൽ ഖിയാമ,
ഖിയാമത്ത് നാൾ സംഭവിച്ചു. അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് അയച്ചു. അവിടെ മനോഹരമായ സൗന്ദര്യവതികളായ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ സ്വീകരിക്കാനിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവരാണോ ഹൂറുലൈനുകൾ? അവർ പറഞ്ഞു, അല്ലല്ല, വരിൻ വരിൻ എന്ന് പറഞ്ഞെന്നെ കൊണ്ട് ഇവരൊക്കെ അവരുടെ ഖാദിമത്തുകളാണ്, അവരുടെ സെർവന്റുകളാണ്. മുന്നോട്ട് പോയി. കുറെ എത്തിയപ്പോ നല്ല പ്രകാശമുള്ള സുന്ദരിയായ ഒരു പെണ്ണ്. അവര് പറഞ്ഞു, യാ സഈദ് അന സൗജതുക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ഭാര്യ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഐനാഉ മർദിയ, എന്റെ പേര് ഐനാഉ മർദിയ എന്നാണ്. എന്നാ പിന്നെ സലാം പറയട്ടെ എന്ന് പറഞ്ഞു കൈ കൊടുത്തു സഈദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവള് പറഞ്ഞു, കൈ തരല്ലേ, നിങ്ങൾ ഇപ്പോൾ ദുനിയാവിലാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് വാ, അപ്പോഴാകാം കൈ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ലാ യാ ഐനാഉ, ഞാൻ പോകുന്നില്ല, ഐനാഉ മർദിയ, എന്നെ പറഞ്ഞേക്കല്ലേ, ഞാൻ ദുനിയാവിലേക്ക് പോകുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, പൊയ്ക്കോ, 3 ദിവസം നിങ്ങൾ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഇങ്ങോട്ട് എത്തും, അതുകൊണ്ട് വിഷമിക്കേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച കാണാമെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, തിങ്കളാഴ്ചയെ കാണുന്നത്, ചൊവ്വ ബുധൻ 3-ാമത്തെ ദിവസം. അപ്പോഴും പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിലേക്ക് പോകുന്നില്ല ഐന, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പൊയ്ക്കോളി, ഇപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ, ഞാൻ പോകുന്നില്ലേ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ വാക്കായിരുന്നു സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞത്, യാ ഐനാഉ മർദിയ. 3-ാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പെടുത്ത് യുദ്ധത്തിൽ ഇറങ്ങിയ സ്വഹാബിയാണ് സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നോമ്പ് മുറിക്കാൻ നേരമായിട്ടില്ല. ആ സമയത്താണ് അവരുടെ നെഞ്ചത്തേക്ക് ഒരു അമ്പ് തറക്കുന്നത്. കൂട്ടുകാരനോട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ സഈദ്, നോമ്പ് തുറക്കാൻ നിങ്ങൾ വെച്ച കാരക്ക എവിടെ എന്ന് ചോദിച്ചു. കാരക്ക ഇവിടെ ഉണ്ട്, എനിക്ക് വേണ്ട, ഞാൻ ഐനാഉ മർദിയന്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ മുമ്പ് കാരക്ക കയ്യിൽ വെച്ച് ആ നോമ്പ് മുറിക്കാൻ, സുന്നത്ത് നോമ്പ് മുറിക്കാൻ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കെ എന്റെ കൺമുമ്പിൽ നിന്ന് ഷഹീദായി സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു എന്ന് എന്റെ കൂട്ടുകാരൻ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. എന്താണ് ഇതൊക്കെ? 3 ദിവസം കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നു, 3-ാമത്തെ ദിവസം ഷഹീദാവുക, നോമ്പ് തുറക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ ആത്മാക്കൾക്ക്, റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന അപാരമായ സിദ്ധികളാണ്. ഇത് ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചിന്തിക്കുക പോലുമില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ സ്വപ്ന ദർശനത്തിൽ ആത്മാക്കൾ ചെയ്യുന്ന യാത്രയിൽ വല്ലതും പറഞ്ഞു തരുന്നത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് എന്നവർ റളിയല്ലാഹു അൻഹു പറയാൻ പറ്റില്ല, ജംഹൂർ ഉലമാഇന്റെ അരികത്ത് അവിടെ മുസ്ലിമായിട്ടില്ലെന്നാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എവിടെയാണ് സംസം കിണറെന്ന് സ്വപ്നല്ലേ അറിയിച്ചു കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല. സംസം കിണർ മാഞ്ഞു പോയിരുന്നുവല്ലോ. സംസം പിന്നെ സ്ഥലത്താണെന്ന് ആർക്കാ സ്വപ്നം കാണിച്ചു കൊടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്നവർക്കാ. അങ്ങനെ കുടിച്ചപ്പോഴല്ലേ സംസം കിട്ടിയത്. സ്വപ്നമാണ്. ഉലമാ പറയാ സ്വപ്ന ദർശനമാണ് ഉണ്ടായത്. അലി ഇബ്നു അബീ ത്വാലിബ് അൽ-ഖൈർവാനി എന്നവർ പറയാണ്, ഇതിലൊക്കെ വലിയ അത്ഭുതമുള്ള, വലിയ രസകരമായ ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൻ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹിൽ ബഹാനിഷി റഹിമഹുല്ലാഹ് ഭയങ്കര സ്വാലിഹായ മനുഷ്യനാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയാസങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ യാ അല്ലാഹ്, എന്തെങ്കിലും പരിഹാരം അവിടെ കിട്ടും. അത് ഏറ്റവും വലിയ അത്ഭുതം. ആരെങ്കിലും മരിച്ചുപോയി, അദ്ദേഹത്തിന് കടങ്ങളുണ്ട്, പൈസ എവിടെയോ സൂക്ഷിച്ചു വെച്ചു, എവിടെയാണെന്നറിയില്ല. ആ പൈസ കിട്ടിയ കടം കിട്ടാമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോ ഇവരോട് ചെന്ന് അബൂ മുഹമ്മദ് റഹിമഹുല്ലാഹയോട് ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നാളെ പറഞ്ഞുതരാം, എനിക്ക് സ്വപ്നദർശനം ഉണ്ടാകട്ടെ. അതുണ്ടായി പറഞ്ഞു കൊടുക്കും എവിടെയാണ്. രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീട് പൊളിച്ചിട്ട് ആ വീട്ടുകാരിയായ പെണ്ണിന് തന്റെ ഉപ്പയുടെ സമ്പത്ത് കിട്ടാൻ എവിടെയാണിതെന്ന് അറിയാതിരുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പോയി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു. കുടിച്ചു നോക്കാൻ വേണ്ടി അവിടെ കിട്ടി കുറച്ച്. അവർ പറഞ്ഞു, ഇത്രയും നല്ല ഇനിയും കിട്ടണം വാപ്പാന്റെ സ്വത്ത്. ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട് ആ സംഭവം. വേറെ സ്ഥലം പറഞ്ഞു കൊടുത്തു പിറ്റേന്ന് കുടിക്കാൻ, അവിടെയും കുടിച്ചു. പെണ്ണ് പറഞ്ഞു, ഇനിയുണ്ട് വാപ്പാന്റെ സ്വത്ത്, ഇനിയും കിട്ടണമെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ആ ശൈഖ് അവറുകൾ പറഞ്ഞു, ഇല്ല, നിന്റെ വാപ്പനോട് പറഞ്ഞത് ഇവൾക്ക് ജീവിക്കാൻ അത്യാവശ്യമായില്ലേ, ഇനി പറഞ്ഞു കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്, ഇത് മതി. ഉലമാ രേഖപ്പെടുത്തിയതാണ്. ഒരു ജൂതയായ ഒരു പെണ്ണിന്റെ അരികത്ത് അവരുടെ അടുത്തുനിന്ന് ഒരു
മുസ്ലിമത്തായ ഒരു വൃദ്ധയായ പെണ്ണ് 7 ദീനാർ കടം വാങ്ങിയൊരു സംഭവമുണ്ട്. മഹാനായ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹിൽ ബഗാനിശി റഹിമഹുല്ലാഹിന്റെ അടുത്ത് വന്നൊരു കേസ്. ആ വൃദ്ധയായ പെണ്ണ് 7 ദീനാർ കടം വാങ്ങി, അവർ മരിച്ചുപോയി. തിരിച്ചെടുപ്പി ആരോടാ കടം വാങ്ങിച്ചത്? ഒരു ജൂതപ്പെണ്ണിൽ നിന്ന്. മരിച്ചു കഴിഞ്ഞപ്പോ ഈ ജൂതപ്പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല അബൂ മുഹമ്മദ്, നിങ്ങൾ മുസ്ലിം അല്ലേ? നിങ്ങൾ മുസ്ലിം നീങ്ങപ്പെട്ടൊരു പെണ്ണ് ഇന്നാലിന്നവൾ എന്റെ അടുത്ത് നിന്ന് 7 ദീനാർ വാങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അവളങ്ങ് മരിച്ചുപോയി, എവിടെ നിന്നാ അത് കിട്ടുക? അദ്ദേഹം പറഞ്ഞു, നാളെ വരെ സമയം തരും, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ സ്വപ്ന ദർശനത്തിൽ അർവാഹകളുടെ യാത്രയിൽ ഈ മരിച്ചുപോയ ആളിന്റെ റൂഹുമായി സംവദിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, പറഞ്ഞാൽ നേരം വെക്കോളം തന്നെ പറയേണ്ടി വരും. നമുക്ക് മനസ്സിലാകാൻ അല്പാൽപ്പം ഉദാഹരണങ്ങൾ മതിയല്ലോ എന്ന് വിചാരിച്ച് ചുരുക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുക, തഖൂലു ലക ഫുലാന, നിങ്ങളുടെ കടം വാങ്ങിയ ആ പെണ്ണില്ലേ, അവര് പറയാണ് അവരുടെ പുരയുടെ ഈ കഴുക്കോല് വെച്ച ഭാഗം ആദ്യം മുതൽ 7ാമത്തേത് വരെ എണ്ണിയാൽ ആ 7ാമത്തെ കഴുക്കോലിന്റെ ഉള്ളിൽ തപ്പിയാൽ അവിടെ ഉണ്ട് 7 എണ്ണം. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ പോയി തപ്പി നോക്കുമ്പോ ആ 7 സ്വർണ്ണ നാണയങ്ങളോടെ കിടക്കുന്നുണ്ട്. അത്യധികം കൗതുകകരമായ സംഭവങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞത് സത്യമായി പുലർന്നത് സംഭവിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം ഞങ്ങൾ പറയുന്നത്, അവരുടെ ഷെയ്ഖ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജീവിതകാലം ഒരുപാട് ചെലവഴിച്ചവരുടെ ഷെയ്ഖാണ് ഇബ്നുൽ തൈമിയ്യ. ഇബ്നുൽ തൈമിയ്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അവര് പറയാ, എന്റെ ഷെയ്ഖിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ വഫാത്തിന് ശേഷം ചില മസ്അലകൾ ചോദിച്ചിട്ടുണ്ട്. ചില മസ്അലകൾ ചോദിച്ചു. ഞാൻ ആ വാക്ക് തന്നെ ഉദ്ധരിക്കട്ടെ. وحدثني غير واحد ممن كان على غير مائل الى شيخ الاسلام ابن تيميه. പുത്തനാശയക്കാരൊക്കെ വിളിച്ചു പറയുന്ന പേരാണത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ ശിഷ്യൻ പറയാ, എന്റെ ഷെയ്ഖിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ സഅലഹു അൻ ഷൈഇൻ കാന യുഷ്കിലു അലൈഹി മിൻ മസാഇലിൽ ഫറായിദ് വഗൈരിഹാ. സ്വത്ത് അനന്തരം വെക്കുന്ന മസ്അല അല്ലാത്ത മസ്അലകൾ, സംശയമുള്ള ഒരുപാട് മസ്അലകൾ എന്റെ ഷെയ്ഖിന്റെ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ ചോദിക്കാറുണ്ടായിരുന്നവരോട് ഫഅജാബഹു ബിസ്സവാബ്, അതിന് നല്ല മറുപടിയും കൊടുക്കും. മസ്അല നോക്കുമ്പോൾ നല്ല ഉത്തരം തന്നെ. ഇത് അവരുടെ എതിരാളികൾക്ക് പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബ്നുൽ ഖയ്യിം തങ്ങൾ കിതാബ് റൂഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരൊക്കെ നിഷേധിക്കാൻ? ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുത സിദ്ധിയാണെന്നല്ലേ പറയാൻ പറ്റൂ. മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ സ്വാധീനം ചെലുത്തുമെന്നാണ്. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ സ്വാധീനം ചെലുത്തും. മഹാനായ ഇമാം അൽ ഖൈറുവാനി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ, അതിൽ ഉദ്ധരിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ. സ്വപ്നത്തിൽ റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ്, അത് പ്രത്യക്ഷത്തിൽ കാണാനും പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. ഈ ശിആ വിശ്വാസികൾ അങ്ങനെ ചെയ്യും. അബൂബക്കർ തങ്ങളെയും സിദ്ദീഖ് എന്നിവരൊക്കെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, ഒരുപാട് ശിആക്കൾ. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ശിആക്കളില്ലാത്ത വലിയ ഭാഗ്യമാണ്. അതൊക്കെ ഉള്ളോടത്ത് അത്തരം നാടുകളിൽ ജോലി ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. ലോക ചരിത്രം വായിച്ചു നോക്കിയാൽ ഫിത്തനകളായ ഫിത്തന മുഴുവൻ ഉണ്ടായ ഇത്തരക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്തനയും ഷിആ വിഭാഗക്കാർ തുടങ്ങി വെക്കുന്ന പ്രശ്നങ്ങൾ എവിടെയും ഇറാഖിലും സിറിയയിലും ബഹ്റൈനിലും ഒക്കെ നടക്കുന്നത് അങ്ങനെയല്ലേ. നമ്മുടെ നാട്ടിലെ ചെറിയ ഫിത്തനക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഷിയാക്കളോട് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ആശ്വസിക്കുകയാണ്. അള്ളാഹു തആല നല്ല ബുദ്ധി എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒരു ഇമാം ഖൈറുവാനി ഞങ്ങൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാം. തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത സന്ദർഭം, സിദ്ദീഖ് തങ്ങളെ ഉമർ തങ്ങളെ വല്ലാണ്ട് ചീത്ത പറയുന്നേ. അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഹ്ലുസുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ചങ്ങാതി, നിങ്ങൾ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെ ചീത്ത പറയല്ല. അവര് പറയുന്ന അലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത്, അത് സിദ്ദീഖ് എന്നവർ തട്ടിയെടുത്തു. അലി തങ്ങൾ രണ്ടാമത്തേതാകേണ്ടത്, അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു. ഇങ്ങനെ പറയാം, എന്താ ചെയ്യാം? അങ്ങനെ ഒരു ദിവസം ഞാനും അയാളും തമ്മിൽ ശണ്ഠ കൂടി. ഒരുപാട് നേരം ചർച്ചയായി. ആ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു. ഞാൻ സങ്കടപ്പെട്ട് പരക്കു പോന്നു. അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല.
സങ്കടപ്പെട്ട് ഉറങ്ങി. യാ അള്ളാഹ്, എന്താ ചെയ്യാ? അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബിമാരിലെ ഇയാളെ ചീത്ത പറയുന്നത്. ഞാനൊന്ന് ഉറങ്ങി. ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ഫുലാനൻ യസുബ്ബു അസ്ഹാബക, അങ്ങയുടെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, മിൻ അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയേ? അതേ, അബൂബക്കറിൻ ഉമർ, സിദ്ദീഖ് എന്നവരെയും ഉമർ ഫാറൂഖ് എന്നവരെയും ചീത്ത പറയുന്നുണ്ട് നബിയെ. ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ലോകപ്രസിദ്ധമായ സംഭവം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഖുദ് ഹാദിഹിൽ മിദിയ ഫദ്ബഹു ബിഹാ, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ മിദിയ, ചെറിയ കത്തിക്കാണ് മിദിയ, ഇതങ്ങെടുത്തോ, കഴുത്തിനങ്ങ് വെച്ചു കൊടുക്ക്. എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഇയാളുടെ കഴുത്തിനങ്ങ് വെച്ചു കൊടുക്ക് എന്ന് ഹബീബ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഞാനിതെടുത്തു, ഇയാളെ കിടത്തി, കഴുത്തിന് ഞാൻ അങ്ങ് അറുത്തു. എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. നോക്കുമ്പോ എന്റെ അയൽവാസിയുടെ പുരയിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നുണ്ട്. ഉണർന്ന പാടെ സുബഹി നേരം തൊട്ടടുത്ത പുരയിൽ ഈ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ പുരയിൽ നിന്ന് ഭയങ്കര അട്ടഹാസം. അവിടെ ചെന്ന് ചോദിച്ചു, മാ ഹാദ സുറാഹ്, എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു. മാത് ഫുലാനുൻ മാത ഫുജ്അ, ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വീട്ടുകാർ. ആര്? തലേന്ന് സിദ്ദീഖ് ഉമർ തങ്ങൾ ചീത്ത പറഞ്ഞ ആൾ. ഫലമ്മ അസ്ബഹന, നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോ ഫഇദാ ഖത്തുൻ മൗദിഅ ദബ്ഹി, കഴുത്തിൽ അറുത്തതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് ഉടമ രേഖപ്പെടുത്താൻ. പെട്ടെന്ന് മരിച്ചു എന്നാ പരക്കാർക്ക് കണ്ടത്. സ്വപ്നത്തിൽ അറക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്നത് തൊട്ടടുത്ത പുരയിൽ. ഒരാത്മാവ് മറ്റൊരു ആത്മാവിൽ ചെലുത്തുന്ന സ്വാധീനമാണിതെന്ന് ഉലമാ പഠിപ്പിക്കുക. ഇങ്ങനെ സംഭവിച്ചു. ഇത് മാത്രം, ഒന്ന് മാത്രമല്ല മുഅ്മിനെ. മഹാനായ മുഅർരിഖും ഹദീസ് പണ്ഡിതനുമാണ് മഹാനായ ഇബ്നു അബി ദുനിയ തങ്ങൾ. അവരുടെ കിതാബുണ്ട്, കിതാബുൽ മനാമാത്ത്. സ്വഹീഹായ സംഭവങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുറൈശികളിൽപ്പെട്ട വലിയൊരു ശൈഖായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ സിറിയ, അവിടേക്കാണ് മുമ്പ് ഷാം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും. ചോദിച്ചു, അദ്ദേഹം മുഖം അങ്ങനെ പൊത്തി പിടിച്ചാണ് നടക്കുന്നത്. ഒരു ഭാഗം കറുപ്പാണ്, ഒരു ഭാഗം നല്ല നിറവും. എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. മക്കയിലേക്ക് വന്നതാ, ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ് ഇയാളെ കണ്ടപ്പോൾ. ഈ ഹറമിലെ കൊച്ചിലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും. ഒരുപാട് ആളുകൾ, അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും. അള്ളാഹിനോട് ചോദിക്കണം, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണം എന്നാ. പടച്ചവനെ, എന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണം എന്നാ. ഉംറക്ക് ചെല്ലുമ്പോ ചോദിച്ചാൽ അള്ളാഹു തരുന്ന അതൊക്കെ അനുഭവങ്ങൾ. എനിക്ക് ചെറിയൊരു അനുഭവം കഴിഞ്ഞ ഏപ്രിൽ ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം, എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, വലിയൊരു ആലിമാണ്, ഷെയ്ഖ് ഹംസ യൂസുഫ്. അപ്പോ ഹറമിലെത്തിയപ്പോൾ ഞാൻ തോന്നുന്ന, പടച്ച റബ്ബേ, ഷെയ്ഖ് ഹംസ യൂസുഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ, ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസുഫ് സൈത്തൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദാഴി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതനാണ് ഷെയ്ഖ് ഹംസ യൂസുഫ്. 18-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ എന്നായിരുന്നു ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. CNN-കാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ ABC ചാനലുകാർ പോലും ഹംസ യൂസുഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക. അത്രയും പ്രഗത്ഭന, വലിയ ആലിമാണ്, തസവ്വുഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബുദി പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കോയിലും UAE-യിലും ഒക്കെ വന്ന് 20ഓളം കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ ഉലൂമും ഉസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസുഫ്. അത് ഈ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷെ കണ്ടിട്ടില്ല. അദ്ദേഹം കാലിഫോർണിയയിലാണ്. നമ്മുടെ UAE-യിൽ മക്കത്ത് ചെന്ന ഈ കോടാനക്കോടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ ഒരാളെ തെരഞ്ഞുപിടിക്കുക? കണ്ടാലൊക്കെ അറിയോ? അള്ളാഹിനോട് ഞാൻ തോന്നുന്നത്, യാ പടച്ചോനെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒന്ന് മുട്ടിച്ചു തരണം പടച്ചോനെ, ഒന്ന് കാണണം. ആകെ 5 ദിവസത്തിനാണ് പോയത്. മക്കയിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല. മദീനത്തെത്തി, കുടുംബം കൂടെ ഉണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോ ഹറമിന്റെ പുറത്ത്, മദീനത്തെ പള്ളിയുടെ പുറത്തുനിന്ന് ജന്നത്തുൽ ബഖീഅക്ക് പോകുന്ന ആ സൈഡ് ഉണ്ടല്ലോ,
ആ സൈഡിലൂടെ അങ്ങ് നടക്കുകയാണ്. അപ്പൊ എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണിച്ചു. ഞാൻ ഭാര്യ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആരും കൂടല്ല, ഇരിക്കുകയാണ്. ഇരുന്നു. ഞാൻ ഉടച്ചവനെ തളർന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് സിയാറത്തിന് അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഷെയ്ഖ് ഹംസ യൂസുഫ് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അങ്ങനെ നടന്നൊരു കന്തുറൊക്കെ ഇട്ടിട്ട് നല്ല തലപ്പാവൊക്കെ ഇട്ടിട്ട് പോവാണ്. കണ്ട ഒരു യമനി പണ്ഡിതനെ കാണുള്ളൂ. ഞാനങ്ങ് ഓടിച്ചെന്നു. അപ്പൊ അദ്ദേഹം അറബിയിൽ സംസാരിച്ചുകൊണ്ട് പോവാ. ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഹംസ യൂസുഫ് അല്ലേ ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൻ വളരെ അടുത്ത സുഹൃത്തിനെ പറഞ്ഞതാ ഷെയ്ഖ് ഹംസ യൂസുഫ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഓടിക്കതച്ച് അദ്ദേഹം വന്നു. യാ അല്ലാഹ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദ്വാരം നിന്നത് اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها. ഈ സ്വലാത്ത് ദുആ ചെയ്തത് നാരിയ സ്വലാത്ത്. ഇത് രണ്ട് സ്വലാത്തോടും ഹറമിന്റെ ഒപ്പമല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലല്ലേ. ഒരു ആഗ്രഹം പടച്ചു തമ്പുരാനോട് പറഞ്ഞു, അല്ലാഹു തആല സാധിക്കും. എങ്ങനെയാണ് ഇപ്പൊ ഇത് സംഭവിച്ചത്? എനിക്ക് ഭയങ്കര അത്ഭുതം. ഇവന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു. അപ്പൊ ഹംസ യൂസുഫിന്റെ ബഹുമാനപ്പെട്ടവരുടെ ഷേഖിന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ഷേഖിന് അത് ഇഷ്ടമല്ല, പക്ഷെ എങ്ങാനും അതിൽ ഫോട്ടോ തന്നെ പെട്ടുപോയി. ബഹുമാനപ്പെട്ടവരെ കണ്ടൊരു വലിയൊരു അനുഭവം പറയാം. എങ്ങനെ കോടാനുകൂടെ ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ആ നേരത്ത് വന്നു, ഒന്നും നമുക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് അതിലും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ലാഹു തആല ചിലതിനങ്ങ് മുട്ടിച്ചു തരാണ്. മനസ്സിലൊരു ആഗ്രഹം പടച്ചവനോട് പറയുമ്പോൾ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില റൂഹുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ആൾ ഇതിൽ പോകുമെന്നും അദ്ദേഹം ഇതിൽ നടന്നു പോകുന്നൊക്കെ തോന്നിപ്പിക്കുന്ന പോലല്ലേ നമ്മൾ പോയിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇത് റൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കുന്നുണ്ടാകാം. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറാമത്തായിട്ട് പറയല്ല, അങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കണം. ഹറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും. അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ, തവാഫിന്, ഉംറക്ക്, ഹജ്ജിന് വേണ്ടി വരുന്നവർ, അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഖുറൈശിയായ ശൈഖ് ഇങ്ങനെ ഒരാളുടെ മുഖം ഇങ്ങനെ കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോ ചോദിച്ചതാ, അല്ല സഹോദര, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഹറമില സംഭവം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് ജഅൽതു ലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട് എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അല്ലാഹുവിനോട് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തരാം. എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണം എന്തെന്നല്ലേ അറിയേണ്ടത്? ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ചീത്ത പറയുന്ന ആളായിരുന്നു. ഒരാൾക്ക് അങ്ങനത്തെ ജോലി, ചീത്ത പറയാൻ. അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയാൻ അദ്ദേഹത്തിന്റെ ജോലി. ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു, അൻത സാഹിബുൽ വഖീഅതി ഫിയ, നീ എന്നെങ്ങനെ ചീത്ത പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു. എന്റെ മുഖത്തിന് ഒരച്ചടിയാണ്. നേരം എടുത്ത് നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ എന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല. ഞാൻ പിന്നെ ആ പണി നിർത്തി തൗബ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ ഖുറൈശിയായ ശൈഖിനോട് പറഞ്ഞത് അല്ലാമ ഇബ്നു അബി ദുനിയ അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടി കിട്ടി എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് കാണാനുണ്ട്. സിദ്ദീഖ് അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നു വന്നൊരു അനുഭവം വേറുണ്ടായിട്ടുണ്ട്. യാ അല്ലാഹ്, അത് മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമുണ്ട്, മഹാനായ അബുൽ ഹസൻ അൽ മത്ലബി റഹിമഹുല്ലാഹ്, ഇമാമു മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഖൈറുവാനി ഇവരുടെ ബുസ്താനിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനത്തെ പള്ളിയിലെ ഒരു ഇമാം മഹാനായ അബുൽ ഹസൻ അൽ മത്ലബി അവര് പറയാണ്, ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. കാന റജുലുൻ യസുബ്ബു അബൂ ബക്കറിൻ വ ഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട്, രണ്ട് കണ്ണും പൊട്ടിയൊലിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, സഹോദര, എന്തേ കണ്ണിന് പറ്റിയത്? മാ ഖിസ്സതുക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? പറഞ്ഞു, റഅയ്തുൽ ബാരിഹത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. വഅലിയുൻ ബൈന യദൈ, അലി തങ്ങൾ നബിയുടെ കൂടെയുണ്ട്. വമഅഹു അബൂബക്കർ വ ഉമർ, സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഫഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദല്ലദീ യുദീനാ വയസുബ്ബുനാ, ഈ മനുഷ്യനാണ് നബിയെ ഞങ്ങളെ ചീത്ത പറയാറുള്ളത്. ആര് പറഞ്ഞു? സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും ഈ ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. അപ്പൊ എന്നോട് നബി തങ്ങൾ ചോദിച്ചു, മൻ അമറക ബിഹാദാ യാ അബാ ഖൈസ്, ഇയാളുടെ പേര് അബാ ഖൈസ് എന്നാ. അബാ ഖൈസ്,
സിദ്ദീഖ് എന്നവരെയും ഉമർ തങ്ങളെയും ചീത്ത പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പൊ ഷിയാക്കൾ അലി തങ്ങളുടെ പക്ഷക്കാരാന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ ഇല്ലാത്ത വിധേയത്വം പറഞ്ഞുണ്ടാക്കിയിട്ട് ആ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെ ചീത്ത പറയുന്നത്. ഇയാൾ എന്ത് പറഞ്ഞു? ഖുൽതു, നബിയോട് ഞാൻ പറഞ്ഞു, അലിയുൻ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവരൊക്കെ ചീത്ത പറയാൻ. ഞാൻ അലി തങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഫഅഖ്ബല അലയ്യ അലിയുൻ ബിവജ്ഹി വയദുഹു ويده وقد ضم اصابعه وبسط السبابه والوسطى. അലി തങ്ങളുടെ അടുത്തേക്ക് നീട്ടു വന്നു, തള്ളവിരലും ചൂണ്ടുവിരലും കണ്ണിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നിന്റെ കണ്ണൊന്ന് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു ഒരൊറ്റ കുത്താണ് എന്റെ കണ്ണിൽ. എഴുന്നേറ്റപ്പോ എന്റെ കണ്ണ് പൊട്ടിച്ചാടിയിരിക്കുകയാണ്. ഇത് മദീനത്തെ പള്ളിയിലെ ഇമാം അബൂ ഹസൻ അൽ മത്ലബി റഹ്മഹുല്ലാ കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കിയ കിതാബുൽ ഉസ്താദിൽ. സുബ്ഹാനല്ലാഹ്, സ്വപ്നത്തിലാണ് കണ്ടത്. എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ ഇത് തഅ്സീറു റൂഹി ഫി റൂഹ്. ഒരു ആത്മാവ്, മരിച്ചുപോയ സ്വഹാബത്തിന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ സ്വപ്നത്തിൽ ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോൾ ആ റൂഹിൽ ചെയ്യുന്ന ഇടപെടൽ ഭൗതിക ശരീരത്തിൽ അല്ലാഹു നടത്തി കൊടുക്കുകയാണ്. ഇത് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് കൈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു ആയിഷ ബീവിന്റെ അടുത്ത് റളിയല്ലാഹു തആല അൻഹ. കൈ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ നമ്മൾ കൂടുക, എന്തെങ്കിലും കയ്യിൽ നിന്ന് പിന്നാലെ കൂടുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കൈ ഇങ്ങനെ, കയ്യിന് എന്ത് പറ്റി? കൈ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. പറഞ്ഞു ആയിഷ ബീവി, ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന അബീ കാന റജുലൻ സംഹാ. എന്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ദാനം ചെയ്യുന്ന ആളാണ്. വഇന്നീ റഅയ്തു ഫിൽ മനാം. എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്റെ വാപ്പയെ കണ്ടു. വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ, അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട്. അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ്. അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ ദാനം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ, വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ അത് അവര് കുടിക്കുന്നുണ്ട്, വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട്. ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു. അയിന ഉമ്മി, വാപ്പ നമ്മുടെ ഉമ്മ എവിടെ? ഉമ്മി മരിച്ചിട്ടുണ്ട്, ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നോക്ക് എന്ന് പറഞ്ഞു. ഒന്നൂരി ഉമ്മാനെ നോക്കുമ്പോ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുടിക്കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ, ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ്. വാപ്പ പറഞ്ഞു, ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ, ഒരു തുണിക്കഷ്ണം ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക, അതേ ഇപ്പൊ ദേഹത്തുള്ളൂ. പിന്നെ അന്ന് ആടിനർത്ഥപ്പോ ഒരല്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു, അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല. വഹിയ അതുഷാ, ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്. ഉമ്മ പറയുന്നുണ്ട്, സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ. ഭർത്താവ് സ്വതക്ക കൊടുക്കുന്ന ആളാണ്, ഭാര്യ സമ്മതിക്കൂല. കീറിപ്പറഞ്ഞൊരു വസ്ത്രമേ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇന്നത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവും. ഈ പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്ന, അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ. പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അള്ളാഹ് പറയുന്നത്. ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത്. ഉമ്മ പറയാണ്, ദാഹണ്ട് മോളെ. അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളം എടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരാൾ വിളിച്ചു പറയാ, ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അല്ലാഹു ഉണക്കട്ടെ എന്നിവിടെ ദുആ ഇരക്കുന്നു. ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു. രാവിലെ നോക്കുമ്പോ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഡ്രൈ ആണ് ഈ കൈ. ഈ കയ്യുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആല അൻഹ സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ. സ്വപ്നത്തിലാണ് നടന്നത്, പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു. വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല തന്നെ വന്നിട്ടുള്ളത്. സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ, നുണ പറയുന്ന പെണ്ണായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. ആ പെണ്ണ് എന്താ പറഞ്ഞത്? ബായഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും
മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട്, യുബായിഅനക അല്ലാ യുശ്രികന ബില്ലാഹി വലാ യസ്രിഖന വലാ യസ്നീൻ വലാ യഫ്തിരീന ബൈന ഐദീഹുന്ന വഅർജുലുഹുന്ന. സൂറത്തുൽ മുംതഹിനിൽ പറഞ്ഞ 5 കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട്. ആയിഷ ബീവി റബ്ബി, എന്റെ പടച്ചോനാണെങ്കിൽ എനിക്ക് കാര്യമായ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. വല്ലാഹി ലാ യുഅദ്ദിബുനില്ല, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിനെ ശിക്ഷിക്കൂല. ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞു പോയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ. ഇതൊക്കെ പറഞ്ഞ നുണയായിരുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അവൾ വിചാരിച്ചിട്ടുണ്ട്, അവള് മക്കളെ കൊന്നിട്ടുണ്ട്, അവള് മോഷണം ചെയ്തിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട്, ഇനി എന്നെ അല്ലാഹു ശിക്ഷിക്കൂല. എന്താണ് ആ ധൈര്യം കുറച്ചോനെ? പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്ന ആയിഷ ബീവിയും സ്വഹാബികളും മുഴുവൻ കണ്ടത് മുഖത്ത് 5 വിരലിന്റെ പണം അടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി. ഞാൻ ഈ ഡയലോഗൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ലേ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്ക് ഒരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ? മലക്ക് ചോദിക്കാൻ. അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ? നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ? നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ? അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ? ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീയേ? എന്നിട്ട് ആ മലക്ക് കൈയിന്റെ 5 വിരലുകൊണ്ട് എന്റെ മുഖത്തേക്ക് ഒരു പിടപെടച്ചു. എന്നിട്ട് പറഞ്ഞു, 5 തെറ്റുകളാണ് നീ ചെയ്തത്, 5ന് പകരം 5 കടക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു. 6 തെറ്റ് നീ ചെയ്താൽ 7 നീ വിളിച്ചു പറഞ്ഞാൽ 7 അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. നേരം പുലർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തിലാ. ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. റൂഹിൽ ഇടപെടുകയാണ്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുഅത്തയുടെ കിതാബുൽ